ഓൺഗോയിങ് കോഴ്സ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ദാറ്റ് വുഡ് ബി ഓൺ ടുഡേയ്സ് ഡേറ്റ്. ഇന്നത്തെ ഡേറ്റിലായിരിക്കും ഓൺഗോയിങ് മാനേജ്മെന്റ് എപ്പോഴും നമ്മൾക്ക് തരുന്നത്. ഇന്നത്തെ ഡേറ്റില എന്താ ഇൻകംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കേസ് നോട്ട് തരുന്നത്? കേസ് നോട്ട് മിക്ക കേസിൽ തരും പാരാസെറ്റമോൾ എന്ന് പറഞ്ഞിട്ട് ഡിസ്ചാർജ് പ്ലാനിൽ കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അത് ഡിസ്ചാർജ് കംപ്ലീറ്റ് ആയെന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു പുതിയ ഡോക്ടറുടെ അടുത്തേക്ക് വിടുവാണ്. അപ്പോൾ അന്ന് എന്ത് മരുന്ന് കൊടുത്തു എന്ന് നമ്മൾ പറയണം. അതെങ്ങനെയാ പറയുന്നത്? OET കേസ് നോട്ട്സിൽ നമ്മൾ മെഡിസിൻസ് കാണുമ്പോൾ ഇന്നലെ മാനേജ്മെന്റ് ചിന്തിച്ചതുപോലെ തന്നെ 3 രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? ആദ്യത്തേത് എക്സാമ്പിൾ ശ്രദ്ധിച്ച് കേൾക്കണേ, ശ്രദ്ധിച്ച് കേട്ടോളൂ. മെഡിസിൻ നിങ്ങൾ ഡേറ്റ് നോക്കണം. ഏത് ഡേറ്റിലാണ് ഈ മെഡിസിൻ കൊടുത്തിരിക്കുന്നത്? ഇത് കൊടുത്തു കഴിഞ്ഞതാണോ അല്ലെങ്കിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് തുടരാനുള്ളതാണോ? കേൾക്കാം എല്ലാവർക്കും? ഡേറ്റ് നോക്കുക. ഇതിന് മുമ്പത്തെ ഒരു ഡേറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. 1 മാസം മുമ്പ് പാരസെറ്റമോൾ ഫോർ 10 days എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെഡിസിൻ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തപ്പോൾ പാരസെറ്റമോൾ ഫോർ 10 days എന്നാണ്. അത് കൊടുത്തു കഴിഞ്ഞതാണോ അല്ലെങ്കിൽ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണോ? 1 മാസം മുമ്പാ പറഞ്ഞത്. You have to understand the information from the case note. It is a completed medicine. At the same time, ഇന്ന് രാവിലത്തെ കേസാണ്. ഇന്ന് പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നു. നമ്മൾ പാരസെറ്റമോൾ സിംഗിൾ ഡോസ് അല്ലെ സ്റ്റാറ്റ് ഡോസ് അഡ്മിനിസ്റ്റർ ചെയ്തു എന്നാണ് പറയുന്നത്. അത് കൊടുത്തു കഴിഞ്ഞതാണോ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണോ? എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? ഹലോ, പറയാവോ? കേൾക്കാവോ? There can be network error since it is raining heavily over here. So just keep your mic turned on and communicate with me. Okay. അത് കൊടുത്തു കഴിഞ്ഞതാണോ? സ്റ്റാറ്റ് ഡോസ് ഇന്ന് മോർണിംഗിൽ സ്റ്റാറ്റ് ഡോസ് കൊടുത്തു അല്ലെങ്കിൽ സിംഗിൾ ഡോസ് കൊടുത്തു എന്നാണ് പറയുന്നത്. അത് കൊടുത്തു കഴിഞ്ഞതാണോ അല്ലെങ്കിൽ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കഴിഞ്ഞതാണ്. അപ്പൊ കൊടുത്തു കഴിഞ്ഞ മരുന്ന് നിങ്ങൾ കേസ് നോട്ടിൽ നിന്ന് ഡേറ്റ് നോക്കിയാൽ അല്ലെങ്കിൽ ഡോസും ഫ്രീക്വൻസിയും ഒക്കെ പറഞ്ഞിട്ടുണ്ടാകും. അതിൽ നിന്നാണ് നമ്മൾ കൊടുത്തു കഴിഞ്ഞതാണോ എന്ന് മനസ്സിലാക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇനി അടുത്ത് ചിന്തിക്കേണ്ടത് ഇന്നത്തെ ഡേറ്റിൽ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണോ പറഞ്ഞിരിക്കുന്നത്? അടുത്ത കേസ് ഇനി നിങ്ങൾ നോക്കുക. ഡിസ്ചാർജ് പ്ലാനിൽ ചില മെഡിസിൻസ് ഡിസ്ചാർജ് പ്ലാനിൽ നമ്മളോട് കണ്ടിന്യൂ ചെയ്യാൻ പറയും. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. ഈ 3 രീതിയിലാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ നമുക്കിത് ലെറ്ററിൽ എങ്ങനെ എഴുതണം എന്ന് പഠിക്കാം. ശ്രദ്ധിച്ച് കേട്ടെ. ഒരു കേസ് നോട്ട്സ് എന്ന് പറയുന്നതിൽ എത്ര കേസ് ഉണ്ട്? ഒരു കേസ് മാത്രമാണുള്ളത് അല്ലേ? നമ്മൾ ആ കേസിന്റെ പേരാണ് റെഫറലും ഇൻട്രഡക്ഷൻ പാരഗ്രാഫിൽ മുഴുവൻ പേരായിട്ട് എഴുതുന്നത്. ബോഡി പാരഗ്രാഫിൽ നമ്മൾ ഷോർട്ട് നെയിം ഉപയോഗിക്കുന്നു. അപ്പോൾ ആ കേസ് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ എന്തായിരുന്നു പ്രശ്നം, അതിനെന്തായിട്ട് ഡയഗ്നോസ് ചെയ്തു, അതിനെന്ത് മെഡിസിൻ മാനേജ്മെന്റ് കൊടുത്തു എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ഈ കേസിനാണോ പ്രാധാന്യം, പേഷ്യന്റെ പേര് പ്രാധാന്യം, അല്ലെങ്കിൽ എന്ത് മെഡിസിൻ കൊടുത്തു എന്നതിനാണോ OET പ്രാധാന്യം? ഒരു ഡോക്ടർക്ക് അല്ലെങ്കിൽ നേഴ്സിന് ഏത് പാർട്ടിനാണ് പ്രാധാന്യം? ആർക്ക് കൊടുത്തു എന്നതിനാണോ അല്ലെങ്കിൽ എന്തു കൊടുത്തു എന്നതിനാണോ? എന്താ കൊടുത്തത്? നേഴ്സ് ചോദിക്കും എന്താ കൊടുത്തതാ. നമ്മൾ സ്പെസിഫിക് ആയിട്ട് എപ്പോഴും ഒരു ഡോക്ടറോട് അല്ലെങ്കിൽ നേഴ്സിനോട് ഒരു പേഷ്യന്റിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. അപ്പൊ ആ പേഷ്യന്റിന് എന്ത് കൊടുത്തു എന്നതിനാണ് പ്രാധാന്യം. അപ്പൊ എന്ത് കൊടുത്തു എന്നതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്ത് കൊടുത്തു എന്നതിന് പ്രാധാന്യം കൊടുത്ത് എഴുതാനായിട്ട് നമ്മളോട് OET പറയുന്നത് പാസീവ് വോയിസ് എന്ന ടൂൾ ഉപയോഗിക്കാനാണ്. നമ്മൾ ഇന്നലെ പഠിച്ചതുപോലെ പാസീവ് വോയിസ്. എന്തിനാണ് പാസീവ് വോയിസിൽ എഴുതുന്നത്? എന്തു കൊടുത്തു എന്നതിന് പ്രാധാന്യം കൊടുത്ത് എഴുതാനാണ് നമ്മൾ പാസീവ് വോയിസിൽ എഴുതുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് കൊടുത്തു എന്ന് പറയുന്നത് ഞാൻ എക്സാമ്പിളോട് എഴുതി വെച്ചിട്ടുണ്ട് ഓൾറെഡി. നിങ്ങൾ സ്ക്രീൻ കാണാവോ, വായിക്കാവോ? എന്താ കൊടുത്തത്? കഴിഞ്ഞ മാസം കൊടുത്തു. കഴിഞ്ഞ ഫസ്റ്റ് വിസിറ്റിൽ സെക്കൻഡ് വിസിറ്റിൽ ഹോസ്പിറ്റലൈസേഷൻ സമയത്ത് നമ്മൾ പാരസെറ്റമോൾ കൊടുത്തു. അത് ഡിസ്ചാർജ് കംപ്ലീറ്റ് ആയെന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു പുതിയ ഡോക്ടറുടെ അടുത്തേക്ക് വിടുവാണ്. അപ്പോൾ അന്ന് എന്ത് മരുന്ന് കൊടുത്തു എന്ന് നമ്മൾ പറയണം. അതെങ്ങനെയാ പറയുന്നത്? മുമ്പ് കൊടുത്തു അല്ലെ കൊടുത്തു കഴിഞ്ഞതാണെന്നാ പറയേണ്ടത്. അപ്പൊ ഇത് കംപ്ലീറ്റഡ് മെഡിസിൻ ആണ് അല്ലെ? കംപ്ലീറ്റ് ചെയ്തതല്ലേ? കംപ്ലീറ്റഡ് മെഡിസിൻ അല്ലെ കംപ്ലീറ്റഡ് കോഴ്സ് എന്നാണ് OET ഉപയോഗിക്കുന്ന ലാംഗ്വേജ്. കംപ്ലീറ്റഡ് കോഴ്സ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് പാസീവ് വോയിസിലാണ് എഴുതേണ്ടത്. സിമ്പിൾ പാസ്റ്റ് പാസീവ് വോയിസിലാണ് എഴുതേണ്ടത്. സിമ്പിൾ പാസ്റ്റ് പാസീവ് വോയിസിൽ 2 ഹെൽപ്പിംഗ് വെർബ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ നമ്മൾ വാസ് അല്ലെങ്കിൽ വെയർ. ഈ 2 ഹെൽപ്പിംഗ് വെർബ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വാസ്, സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെയർ. അവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഈ സബ്ജക്റ്റിനനുസരിച്ചാണ് നമ്മൾ വാസ് അല്ലെങ്കിൽ വെയർ എന്നത് ഉപയോഗിക്കേണ്ടത്, ഹെൽപ്പിംഗ് വെർബ്സ് ഉപയോഗിക്കേണ്ടത്. സബ്ജക്ട് എന്ന് പറയുന്നത് ഇവിടെ പാരാസെറ്റമോൾ ആണ്.
അപ്പൊ അതിന്റെ നമ്പർ നമ്മൾ പോയി ഗ്രാമറിൽ പറയുന്നത് സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ നമ്മൾ സിംഗുലർ ഹെൽപ്പിംഗ് വെർബ് ഉപയോഗിക്കണം. സിംഗുലർ ഹെൽപ്പിംഗ് വെർബ് ഏതാണ്? വാസ്. ഇനി സബ്ജക്ട് മോർ ദാൻ വൺ മെഡിസിൻ, ഒന്നിലധികം മെഡിസിൻ ഉണ്ട്, പാരാസെറ്റമോൾ ആൻഡ് പനഡോൾ. അപ്പൊ സബ്ജക്ട് പ്ലൂറൽ ആണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ പ്ലൂറൽ ഹെൽപ്പിംഗ് വെർബ് ഉപയോഗിക്കണം. ഇതിനെയാണ് ഗ്രാമറിൽ സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയത് നിങ്ങൾക്ക്? പാരാസെറ്റമോൾ ആണ്, അത് സിംഗുലർ ആണ്. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞു എന്ന് പറയാൻ നമ്മൾ പാസ്റ്റ് പാസീവ് വോയിസിലെ ഹെൽപ്പിംഗ് വെർബ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ വാസ് ആണോ വേറാണോ ഇവിടെ ഉപയോഗിക്കേണ്ടത്? പാരാസെറ്റമോൾ വാസ് ഒന്നുകിൽ കമൻസ്ഡ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഡ് എന്ന് ഉപയോഗിക്കാം. ഏത് വാക്ക് ഉപയോഗിക്കാം? കമൻസ്ഡ്, അഡ്മിനിസ്ട്രേഡ്, സജസ്റ്റഡ്, പ്രിസ്ക്രൈബ്ഡ്, ഏത് വാക്ക് ഉപയോഗിക്കാം. ഇവിടെ അർത്ഥം കൊടുക്കുന്നത് കംപ്ലീറ്റ് ആയതാണ് എന്ന് അർത്ഥം കൊടുക്കുന്നത് ഈ വാസ് എന്ന ഹെൽപ്പിംഗ് വെർബ് ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ പാരാസെറ്റമോളും പനഡോളും കൊടുത്ത് കംപ്ലീറ്റ് ആയതാണ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതേണ്ടത് പറയാവോ? പാരാസെറ്റമോൾ പ്ലൂറലാണ്. അപ്പൊ നമ്മൾ വെയർ എന്ന് എഴുതേണ്ടത്. പാരാസെറ്റമോൾ ആൻഡ് പനഡോൾ വെയർ അഡ്മിനിസ്ട്രേഡ്. ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഹലോ, ദർ ഇസ് നെറ്റ്വർക്ക് എറർ. എല്ലാവർക്കും കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കേൾക്കാവോ? ഹലോ 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 ഓക്കെ, ലെറ്റ് മീ കണ്ടിന്യൂ. ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മൾ കംപ്ലീറ്റഡ് കോഴ്സ് ഒരു കേസ് നോട്ട്. ഹലോ, കേൾക്കാവോ നിങ്ങൾക്ക്? നെറ്റ്വർക്ക് എറർ ഇവിടെ നെറ്റ്വർക്ക് എറർ ഉണ്ട്, അതിന്റെയാണ്. സോറി കേട്ടോ, ഞാനൊന്ന് ഷെയർ ചെയ്തോട്ടെ. യെസ്, സ്ക്രീൻ കാണാലോ എല്ലാവർക്കും? ലെറ്റ് us കണ്ടിന്യൂ. ഇപ്പൊ കംപ്ലീറ്റഡ് കോഴ്സ് നമ്മളൊരു കേസ് നോട്ട് വായിക്കുമ്പോൾ ഒരു മെഡിസിൻ കൊടുത്തു കഴിഞ്ഞതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ അറിയാം. And by practice, you can clearly understand whether a medicine or a management is a completed one. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇത് കംപ്ലീറ്റഡ് ആയതാണ് എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ പാസ്റ്റ് പാസീവ് വോയിസിലാണ് എഴുതേണ്ടത്. പാസ്റ്റ് പാസീവ് വോയിസിൽ സബ്ജക്ട് സിംഗുലർ ആകുമ്പോൾ വാസ്, സബ്ജക്ട് പ്ലൂറൽ വേർ. നമ്മൾ പാരസെറ്റമോൾ വാസ് പറഞ്ഞാൽ അത് കൊടുത്ത് കംപ്ലീറ്റ് ആയെന്നർത്ഥം. ഒന്നിലധികം ഉള്ളപ്പോൾ പാരസെറ്റമോൾ ആൻഡ് പനഡോൾ വെയർ കമൻസ്ഡ്. അപ്പൊ കുട്ടികൾ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. ഈ പാരസെറ്റമോൾ നമ്മൾ മിക്കപ്പോഴും അതിന്റെ ഡോസ് എഴുതും. എത്രയാണ്? 500 mg. ഫ്രീക്വൻസി എഴുതും. എന്താണ് ഫ്രീക്വൻസി? 3 times in a day. അത് കഴിഞ്ഞ് എത്ര പീരീഡ് എഴുതും? എത്ര ദിവസത്തെ? 10 days കൊടുത്തിട്ടുണ്ടോ കൂട്ടിക്കോ. ഇതൊരു 1 month ബിഫോർ ആണ് പറഞ്ഞത്. 1 month ബിഫോർ പറഞ്ഞു പാരസെറ്റമോൾ 500 mg TID for 10 days എന്നാ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ പാരസെറ്റമോൾ കഴിഞ്ഞ് ഇവിടെ കോമ ഇടണം. പാരസെറ്റമോൾ കഴിഞ്ഞ് ഡോസിന് മുമ്പ് കോമ ഇടണോ? ഇനി 500 mg കഴിഞ്ഞ് കോമ ഇടണം, TID അങ്ങനെ എഴുതണോ? ഇത് മൊത്തം ഈ മെഡിസിൻ എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് ഇറ്റ്സ് ഡോസേജ്, ഇറ്റ്സ് ഫ്രീക്വൻസി ആൻഡ് ഡ്യൂറേഷൻ. ഇതെല്ലാം കൂടി ചേർന്നാണ് മെഡിസിൻ. സോ ഇൻ ബിറ്റ്വീൻ യു ആർ നോട്ട് സപ്പോസ് ടു മാർക്ക് എനി പഞ്ച്വേഷൻ, ഫുൾ സ്റ്റോപ്പ് ഒന്നും ഇതിനിടയിൽ ഉപയോഗിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? സോ ഇറ്റ് കണ്ടിന്യൂസ് ലൈക്ക് പാരസെറ്റമോൾ 500 mg TID for 7 days or for 10 days was commenced. അത് കൊടുത്തു കഴിഞ്ഞതാണ്. You can understand from the case notes it is a completed medicine. So you have to say paracetamol 500 mg TID for 10 days was commenced. Clear ആയോ നിങ്ങൾക്ക്? Clear. ഇനി നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണേ. പേഷ്യന്റ് ചിലപ്പോൾ കേസ് നോട്ടിൽ പറയുന്നത് ഇന്ന് വന്നു എന്നായിരിക്കും. ഇന്ന് ഹോസ്പിറ്റലിൽ വന്നു, ഇന്ന് വന്നിട്ട് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ക്ലിനിക്കിൽ വന്നു, നമ്മളൊരു വേറെ ഡോക്ടറുടെ അടുത്തേക്ക് വിടുക, അല്ലെങ്കിൽ നമ്മൾ എമർജൻസി വാർഡിലെ ഡോക്ടറോട് ഇവിടെ വന്ന് കാണാൻ പറയുവാണ്, പേഷ്യന്റ് വന്ന് കാണാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുക. അപ്പൊ ഇന്ന് നമ്മളൊരു മാനേജ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുവാണ്. അപ്പൊ ഇപ്പോൾ നമ്മൾ പാരസെറ്റമോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. കൊടുത്തുകൊണ്ടിരിക്കുന്നു, അതിനെയാണ് നമ്മൾ ഓൺ ഗോയിങ്. നെറ്റ്വർക്കിന് സോറി കേട്ടോ. ഓക്കെ, നമ്മൾ ഓൺ ഗോയിങ് കോഴ്സ്, അതിന് നമ്മൾ ഓൺ ഗോയിങ് കോഴ്സ് എന്നാണ് പറയുന്നത്. ഓൺ ഗോയിങ് കോഴ്സ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, ദാറ്റ് വുഡ് ബി ഓൺ ടുഡേയ്സ് ഡേറ്റ്. ഇന്നത്തെ ഡേറ്റിലായിരിക്കും ഓൺ ഗോയിങ് മാനേജ്മെന്റ് എപ്പോഴും നമ്മൾക്ക് തരുന്നത്. ഇന്നത്തെ ഡേറ്റിൽ എങ്ങനെ ഇന്നത്തെ ഡേറ്റിൽ തരുന്നത്?
ഇന്നത്തെ ഡേറ്റിൽ കേസ് നോട്ട് നോക്കണം. കേസ് നോട്ട്സിൽ ഇന്നത്തെ ഡേറ്റിലായിരിക്കും ഓൺ ഗോയിങ് മാനേജ്മെന്റ് തരുന്നത്. അപ്പൊ കേസ് നോട്ട്സിൽ ഇന്നത്തെ ഡേറ്റിൽ തന്നിരിക്കുവാണ് പാരാസെറ്റമോൾ TID എന്നാ തന്നിരിക്കുന്നത്. പാരാസെറ്റമോൾ TID. What does it mean TID? ഇന്നത്തെ ഡേറ്റിൽ പാരാസെറ്റമോൾ 3 നേരം അല്ലെ. TID എന്ന് പറഞ്ഞാൽ 3 times in a day. അപ്പൊ 3 നേരമാണ്. സോ പ്രോബബ്ലി 1 time I have completed. ഒരു നേരം കഴിഞ്ഞിട്ടുണ്ടാകും, അല്ലെ 2 നേരം കഴിഞ്ഞിട്ടുണ്ടാകും. ബാക്കി എത്ര നേരമുണ്ട്? ഒരു നേരം കൊടുത്താൽ ബാക്കി എത്ര നേരമുണ്ട്? ബാക്കി 2 നേരം കൊടുക്കാനുണ്ട്. നെറ്റ്വർക്ക് എററോട് നിങ്ങളുടെ വോയിസ് ഇവിടെ കിട്ടുന്നില്ല. ബാക്കി 2 നേരം കൊടുക്കാനുണ്ട് അല്ലെ. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞതാണോ? ഇന്നത്തെ ഡേറ്റിൽ ഇത് കൊടുത്തു കഴിഞ്ഞതാണോ? അല്ല, ബാക്കി 2 നേരം കൂടി കൊടുക്കാനുണ്ട്. നാളത്തെ കാര്യം തുടരാൻ പറഞ്ഞിട്ടുണ്ടോ? അത് പറഞ്ഞിട്ടില്ല. നാളത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് 3 നേരം, അതിൽ 1 നേരം കൊടുത്തു, ബാക്കി കേൾക്കാം സർ. ലൈവ് സ്ട്രീമിംഗ് പോകുന്നുണ്ട്, പക്ഷെ ഇത് കട്ടായി പോവുകയാണേ. ഐ എം സോറി, റിയലി സോറി. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണം. ഓൺ ഗോയിങ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡേറ്റിൽ എങ്ങനെയാ കേസ് നോട്ട് തരുന്നത്? പാരാസെറ്റമോൾ TID തന്നിരിക്കുന്നത്. പാരാസെറ്റമോൾ TID. What does it mean TID? 3 times a day. അപ്പൊ ഇന്നത്തെ ഡേറ്റിൽ 3 നേരമാണ് കൊടുക്കേണ്ടത്. പ്രോബബ്ലി 1 നേരം കൊടുത്തു എന്നായിരിക്കും പറയുന്നത്. ബാക്കി എത്ര നേരമുണ്ട്? 2 നേരം. 2 നേരം. ബാക്കി 2 നേരം കൂടി കൊടുക്കണം അല്ലെ. അത് കൊടുത്തു കഴിഞ്ഞു എന്നാണോ പറയുന്നത്? 2 നേരം കൊടുത്തു കഴിഞ്ഞോ? ഇല്ല. ഈ 2 നേരം കൂടി കൊടുക്കണം എന്നാ പറയുന്നത് അല്ലെ. നാളത്തെ കാര്യം പറയുന്നുണ്ടോ? കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ കേസ് നോട്ടിലെങ്കിലും? നാളത്തെ കാര്യം പറയുന്നില്ല. ഇന്ന് 3 നേരം, 1 നേരം കൊടുത്തു, ബാക്കി 2 നേരം കൂടി കൊടുക്കാനുണ്ട്. അതാണ് ഓൺ ഗോയിങ് മെഡിസിൻ എന്ന കോൺസെപ്റ്റ്. ഓൺ ഗോയിങ്, ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നു. TID ഇന്ന് 1 നേരം കൊടുത്തു, ബാക്കി 2 നേരം കൂടി ഉണ്ട്. അതാണ് ഓൺ ഗോയിങ് മെഡിസിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? ശ്രദ്ധിച്ച് കേട്ടെ. നമ്മൾ ഓൺ ഗോയിങ് മെഡിസിൻ ഏത് ടെൻസിലാണ് എഴുതേണ്ടത്? നമ്മളത് എഴുതുന്നത് പ്രസന്റ് പാസീവ് വോയിസിലാണ്. സിമ്പിൾ പ്രസന്റ് പാസീവ് വോയിസിലാണ് നമ്മൾ എഴുതേണ്ടത്. സിമ്പിൾ പ്രസന്റ് പാസീവ് വോയിസിൽ. സിമ്പിൾ പ്രസന്റ് പാസീവ് വോയിസിൽ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ 2 ഹെൽപ്പിംഗ് വെർബ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈസ് ഓർ ആർ. If the subject is singular, you have to use is, or if the subject is plural, more than one, you have to use are. ഇവിടെ നമ്മൾ പാരാസെറ്റമോൾ എന്ന് എഴുതിയേക്കുന്നത് സബ്ജക്റ്റ് നമ്പർ എത്രയാ? 1 ആണോ? 1-ലധികമാണോ? 1 ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഈസ് ആണോ വാസ് ആണോ ഉപയോഗിക്കേണ്ടത്? അപ്പൊ നമ്മൾ പാരാസെറ്റമോൾ ഈസ് എന്താ എഴുതുന്നത്? ഈസ് സജസ്റ്റഡ്. പാരാസെറ്റമോൾ ഈസ് സജസ്റ്റഡ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നമ്മൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്ന വാക്ക് ഈസ് ആണ്. ഹെൽപ്പിംഗ് വെർബ് ആണ് ഇതിന് ടെൻസ് കൊടുക്കുന്നത്. ഇത് പാസീവ് വോയിസ് ആണ്. നമ്മൾ ഈ സജസ്റ്റഡ് ഇസ് നോട്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഇത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് ആണ്. അതിലല്ല ടെൻസ് കൊടുക്കുന്നത്. ഈ ഈസ് എന്ന വാക്കിൽ നിന്നാണ് ഇത് വായിക്കുന്ന ഡോക്ടർക്ക് അല്ലെങ്കിൽ നേഴ്സിന് അർത്ഥം മനസ്സിലാകുന്നത്. ഈസ് എന്ന് പറഞ്ഞാൽ ഈ സജസ്റ്റഡ് എന്ന് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അത് വാസ് ആണെങ്കിലോ കൊടുത്തു കംപ്ലീറ്റ് ആയി. നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പാരാസെറ്റമോളും പനഡോളും, അത് BD എന്നാ പറഞ്ഞേക്കുന്നത്. പാരാസെറ്റമോൾ ആൻഡ് പനഡോൾ, BD എന്ന് പറഞ്ഞിട്ടുണ്ട്. BD എന്ന് പറഞ്ഞാൽ ട്വൈസ് എ ഡേ അല്ലെ, അല്ലെങ്കിൽ 4 times a day എന്നായിരിക്കും, അല്ലെങ്കിൽ PRN whenever requires, എപ്പോഴൊക്കെ വേണോ അപ്പോഴൊക്കെ കഴിക്കാനാ പറയുന്നത്. ഇന്നത്തെ ഡേറ്റിൽ PRN എപ്പോഴൊക്കെ വേണോ അപ്പോഴൊക്കെ കഴിക്കുക, അല്ലെങ്കിൽ 4 നേരം 2 നേരം എന്നൊക്കെയാ പറയുന്നത്. അതിനർത്ഥം എന്താ? അത് കൊടുത്ത് കംപ്ലീറ്റ് ആയെന്നാണോ, അല്ലെങ്കിൽ 2 നേരമാണെങ്കിൽ 1 നേരം കൂടി കഴിക്കണം എന്നാണോ അർത്ഥം? 1 നേരം കൂടെ കഴിക്കണം. ഓൺ ഗോയിങ് മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിനെ സിമ്പിൾ പ്രസന്റ് പാസീവ് വോയിസിൽ എഴുതുക. ഇവിടെ 1-ലധികം മെഡിസിൻ ഉണ്ട്, പാരാസെറ്റമോൾ ആൻഡ് പനഡോൾ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? ഈസ് ആണോ ആർ ആണോ? പനഡോൾ ആർ റെക്കമെൻഡഡ്. ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ക്ലിയർ ആയ നിങ്ങൾക്ക്? മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? ഇൻകംപ്ലീറ്റഡ് കോഴ്സ് ഓഫ് മെഡിസിൻ. ഇൻകംപ്ലീറ്റഡ് കോഴ്സ് ഓഫ് മെഡിസിൻ അതെങ്ങനെ എഴുതണമെന്ന് നമുക്കൊന്ന് പഠിക്കാം. എന്താ ഇൻകംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ? എങ്ങനെയാണ് കേസ് നോട്ടിൽ തരുന്നത്? കേസ് നോട്ടിൽ മിക്ക കേസിൽ തരും പാരാസെറ്റമോൾ എന്ന് പറഞ്ഞിട്ട് ഡിസ്ചാർജ് പ്ലാനിൽ കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടാകും. കണ്ടിന്യൂ മെഡിസിൻസ് ഡിസ്ചാർജ് പ്ലാനിലാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ മോസ്റ്റ് കേസിൽ നമ്മൾ കേസ് നോട്ട് തരുന്നത് ഇങ്ങനെയായിരിക്കും, കണ്ടിന്യൂ മെഡിസിൻ അല്ലെ കണ്ടിന്യൂ പാരാസെറ്റമോൾ എന്നായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് തരും പാരാസെറ്റമോൾ എന്ന് എഴുതിയിട്ട് പാരാസെറ്റമോൾ ഇൻടു 10 days എന്നായിരിക്കും. 2 ദിവസം മുമ്പാ പറഞ്ഞത് 10 days. 10 days ആയോ? ഇല്ല, 10 days ആയിട്ടില്ല അല്ലെ. അല്ലെങ്കിൽ തരും പാരാസെറ്റമോൾ ഇൻടു 3 weeks എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. പാരാസെറ്റമോൾ ഇൻടു 3 weeks. കഴിഞ്ഞ ആഴ്ചയാണ് പറഞ്ഞത്, ഒരാഴ്ചയായിട്ടുള്ളൂ. ബാക്കി എത്ര ആഴ്ചയുണ്ട്?
2 ആഴ്ചയുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? 2 ആഴ്ച കൂടി കണ്ടിന്യൂ ചെയ്യണമെന്നാണ്. അല്ലെങ്കിൽ നമുക്ക് തരും പാരാസെറ്റമോൾ ഇൻറ്റു 5/53 നമുക്ക് തരും. 2023 കേസ് നോട്ട്സിൽ 5/52 എന്നും 2024 5/53 എന്നും ഉണ്ടായിരുന്നു. എന്താ അതിന് അർത്ഥമാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ നമുക്ക് തരും പാരാസെറ്റമോൾ ഇൻറ്റു 7/12 എന്ന് കൊടുത്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടാകും കേസ് നോട്ട്സിൽ പാരാസെറ്റമോൾ ഇൻറ്റു 3/7 കൊടുത്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടാകും പാരാസെറ്റമോൾ ഇൻറ്റു 21/24 എന്ന് കൊടുത്തിട്ടുണ്ടാകും. എന്താണ് ഇതിനർത്ഥം? ഞാനിപ്പോ പറഞ്ഞു തരാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ കേസ് കൂടി പറയുന്നത് ഇങ്ങനെയായിരിക്കും: പാരാസെറ്റമോൾ ഇൻറ്റു സൂച്ചർ റിമൂവൽ ആകുന്നോടം വരെ പാരാസെറ്റമോൾ കണ്ടിന്യൂ ചെയ്യണമെന്നായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയും പാരാസെറ്റമോൾ ഇൻറ്റു ഫോളോ അപ്പ്, അടുത്ത വരെ പാരാസെറ്റമോൾ കണ്ടിന്യൂ ചെയ്യണമെന്നായിരിക്കും. അല്ലെങ്കിൽ കേസിനോട് തരും പാരാസെറ്റമോൾ വൂണ്ട് ഹീൽ ആകുന്നോടം വരെ, അല്ലെ അണ്ടിൽ റിക്കവറി. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് കേസിനോട് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്ത് സെന്റൻസുകളായിട്ട് എഴുതേണ്ടത്? നമുക്കൊന്ന് പഠിക്കാം. ഇൻകംപ്ലീറ്റഡ് കോഴ്സ്. അപ്പൊ പാരാസെറ്റമോൾ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയാൻ പാരാസെറ്റമോൾ വാസ് പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യണം എന്നാണ് അർത്ഥം. വാസ് എന്ന് കണ്ടാൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കും എവിടെയൊക്കെ ലെറ്റർ കണ്ടോ അതിനർത്ഥം അത് കംപ്ലീറ്റഡ് ആണെന്നാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി പാരാസെറ്റമോൾ ഈസ് പറയാൻ പറ്റുമോ? പാരാസെറ്റമോൾ ഈസ് സജസ്റ്റഡ്, പ്രിസ്ക്രൈബ്? ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ഡേറ്റിൽ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതിന് തുടരാൻ അർത്ഥമില്ല. അപ്പൊ തുടരേണ്ട മാനേജ്മെന്റുകൾ, കണ്ടിന്യൂ ചെയ്യേണ്ട മാനേജ്മെന്റ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് പാസീവ് വോയിസിലാണ് എഴുതേണ്ടത്. പ്രസന്റ് പെർഫെക്റ്റ് പാസീവ് വോയിസിലാണ് നമ്മൾ എഴുതേണ്ടത്. പ്രസന്റ് പെർഫെക്റ്റ് പാസീവ് വോയിസിൽ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഹാസ് ബീൻ എന്ന ഹെൽപ്പിംഗ് വെർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ബീൻ എന്ന ഹെൽപ്പിംഗ് വെർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആകുന്നുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെയാണ് നമ്മൾ പാരാസെറ്റമോൾ, ഇവിടെ പാരാസെറ്റമോൾ ഇൻറ്റു കണ്ടിന്യൂ എന്ന് കൊടുത്തേക്കുന്നത്. അത് കണ്ടിന്യൂ നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? പാരാസെറ്റമോൾ പറയാവോ? പാരാസെറ്റമോൾ has been prescribed. Has been recommended. Paracetamol has been prescribed. Has been എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് it is not yet completed and still to be continued എന്നാണ്. കണ്ടിന്യൂ ചെയ്യണം, അതാണ് has been എന്ന വാക്കിന് അർത്ഥം. ഇനി ശ്രദ്ധിച്ചിട്ടെ, നിങ്ങൾ ഡോക്ടേഴ്സിനാണെങ്കിലും നമ്മുടെ ഇംഗ്ലീഷിനൊക്കെ ലെറ്റർ എഴുതുമ്പോഴായാലും ഈ പാരസെറ്റമോളിന്റെ ഡോസും ഫ്രീക്വൻസിയും ഒക്കെ കൃത്യമായിട്ട് എഴുതണം. മനസ്സിലായോ? എന്താണ് ഡോസിൽ എത്ര നേരം കൃത്യമായിട്ട് നിങ്ങൾ എഴുതണം. ക്ലിയർ ആകുന്നുണ്ടോ? ഞാൻ എഴുതാനുള്ള എളുപ്പത്തിന് അത് എഴുതിയില്ല. ഇനി അടുത്തത് പറയുന്നുണ്ട് പാരസെറ്റമോൾ ഇൻറ്റു 10 days എന്നാ, 10 ദിവസത്തേക്ക് പാരസെറ്റമോൾ എന്നാ. എങ്ങനെയാ പറയുന്നത്? പറയാമോ എല്ലാവരും? Paracetamol has been recommended for 10 days. Has been recommended for 10 days. 4 ആണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായോ? For 10 days. അങ്ങനെ അടുത്തത് 3 weeks ആണ്. അപ്പൊ പാരസെറ്റമോളും പനഡോളും 3 ആഴ്ചയിലേക്ക് തുടരാനാണ് പറഞ്ഞേക്കുന്നത്. എങ്ങനെയാ പറയേണ്ടത്? പറഞ്ഞു നിങ്ങൾ എല്ലാവരും പറയാം. Paracetamol and Panadol has been continued for 3 days. Have been prescribed, recommended for 3 days. For 3 weeks. ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. For 3 weeks. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലായോ? യെസ്. എന്നെ തിരിച്ചു വന്നേ. അടുത്ത കേസുകളിൽ, മിക്ക കേസുകളിൽ, ചില കേസുകളിൽ വരുന്ന ഇങ്ങനെയാണ്. 2024-23 നമുക്ക് ഉണ്ടായിരുന്നു പാരസെറ്റമോൾ ഇൻറ്റു 5/53. What does it mean to say 5/53? We have 53 or 52 weeks in an year. ഒരു വർഷത്തിൽ 53 അല്ലെങ്കിൽ 52 ആഴ്ചകളാണ് ഉള്ളത്. അതിൽ എത്ര ആഴ്ചയിലേക്ക് മെഡിസിൻ തുടരണം എന്നാണ് പറയുന്നത്? 5 വീക്സിലേക്ക് തുടരണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതെങ്ങനെ എഴുതണം? 2 ആഴ്ച മുമ്പാണ് കൊടുത്തത്, 1 ആഴ്ച മുമ്പാണ് കൊടുത്തത്. നമ്മളിപ്പോ ഡിസ്ചാർജ് ചെയ്ത് വിടുക. ബാക്കി എത്ര ആഴ്ചയുണ്ട്? 3 ആഴ്ചയുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ എത്ര ആഴ്ച തുടരണം? എങ്ങനെ പറയേണ്ടത്? പറയാമോ? പാരസെറ്റമോൾ has been recommended for has been suggested has been recommended for 5 weeks. എത്രയേ ഉള്ളൂ? 5 weeks. ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നത്. അടുത്തത് 7/12 ആണ്. 7/12 സ്ക്രീൻ കാണാലോ എല്ലാവർക്കും? 7/12 എന്തായിരിക്കും? 7/12 2023 കേസ് നോട്ട്സ് കാർബിഡോപ്പൻ ലെവഡോപ്പൻ പാർക്കിൻസൺസ് മെഡിസിൻ ആണ്. അത് 7 മാസത്തേക്ക് തുടരണം എന്നാണ് പറഞ്ഞത്. അപ്പം കേസ് നോട്ട് 7/12 എന്നായിരുന്നു. കാർബിഡോപ്പൻ ലെവഡോപ്പ /ഇട്ടിട്ട് 7/12. അപ്പൊ ഒരു വർഷത്തിൽ 12 months in a year. അതിൽ എത്ര മാസം തുടരണം? 7 മാസം. അപ്പൊ നമ്മളത് എങ്ങനെ സെന്റൻസ് എഴുതേണ്ടത് പറയാമോ?
Paracetamol has been പാരസെറ്റമോൾ പാരസെറ്റമോളും recommended പനഡോളും for പറഞ്ഞു, രണ്ടെണ്ണം കൂടി പറഞ്ഞോളൂ. 7 months. പാരസെറ്റമോൾ ആൻഡ് Paracetamol and Panadol പനഡോൾ have been recommended for recommended. Okay, നമുക്ക് എല്ലായിടത്തും recommended എന്ന വാക്ക് ഉപയോഗിക്കാം. Recommended for 7 months. Yes, 7 exactly, for 7 months. ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്തായിരിക്കും? 3/7 എന്നുള്ളത് എന്തായിരിക്കും? 7 days in a week. അതിൽ എത്ര ദിവസം തുടരണം? അറിയാമോ? എത്ര ദിവസം കൊടുക്കണം? 3 days. പാരസെറ്റമോൾ പറഞ്ഞ എല്ലാവരും പാരസെറ്റമോൾ Paracetamol has been continued for 3 days. continued എന്ന വാക്ക് ഉപയോഗിക്കരുത്. That's a wrong usage. You cannot use the word continued here. Instead, you can use prescribed, suggested, recommended, advised, commenced. ആ വാക്കുകളാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. Please never use the word continued. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഹാസ് ബീൻ എന്ന വാക്കിലാണ് കണ്ടിന്യൂ ചെയ്യണം, അല്ലെ ഹാവ് ബീൻ. അതാണ് നമുക്ക് ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള മെഡിസിൻ ആണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നത്. ക്ലിയർ ആയ നിങ്ങൾക്ക് അപ്പൊ കണ്ടിന്യൂഡ് ഉപയോഗിക്കരുത് കേട്ടോ. എന്നാ പറഞ്ഞേ ആഴ്ചയിൽ 3 ദിവസത്തേക്ക് എന്ന് പറഞ്ഞ പാരസെറ്റമോൾ Paracetamol has been suggested for 3 days. Recommended for 3 days. വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തത് 21/24. ആക്ച്വലി ഇത് മെഡിസിൻ അല്ല, ഇതൊരു മാനേജ്മെന്റ് ആയിരുന്നു. നമുക്ക് 2023-ലും 24-ലും റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. കെന്നത്ത് മാസൺ, അതൊരു ട്രാൻസ്ജെൻഡർ പേഷ്യന്റ് ആയിരുന്നു. ഇന്റർകോസ്റ്റൽ കത്തീറ്റർ ഇൻസേർട്ട് ചെയ്തു. പേഷ്യന്റിനെ ഇന്ന് എമർജൻസി വാർഡിൽ കൊണ്ടുവന്നു. ചെസ്റ്റ് ന്യൂമോത്തറാക്സ് ഡയഗ്നോസ് ചെയ്തു. നമ്മൾ ഇന്റർകോസ്റ്റൽ കത്തീറ്റർ ഇൻസേർട്ട് ചെയ്തിട്ട് എമർജൻസി റൂമിൽ നിന്ന് സർജിക്കൽ വാർഡിലേക്ക് മാറ്റുക. അപ്പൊ കേസ് നോട്ടിൽ കൊടുത്തിരിക്കുന്നത് IV ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്തു, 21 മണിക്കൂറായി. പക്ഷെ അത് 24 മണിക്കൂറിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് 21/24 എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 21 എന്നുള്ള ലോവർ നമ്പർ കംപ്ലീറ്റഡ് ടൈമും 24 എന്നുള്ള ഹയർ നമ്പർ ടാർഗറ്റ് ടൈമുമാണ്. അപ്പൊ ഇങ്ങനെ തന്നോടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഹയർ നമ്പർ ടാർഗറ്റ് ടൈമും ലോവർ നമ്പർ കംപ്ലീറ്റഡ് ടൈമുമാണ്. അപ്പൊ ഇവിടെ ഹയർ 24 ആണ്. അപ്പോൾ തുടങ്ങിയിരിക്കുന്ന 24 അവേഴ്സിലേക്കാണ്. എത്ര അവർ കംപ്ലീറ്റ് ആയി പറയാവോ? 21 അവർ. അപ്പൊ ബാക്കി എത്ര മണിക്കൂറുണ്ട്? 3 hours. അത് കൊടുത്തു കഴിഞ്ഞതാണോ, കൊടുത്തുകൊണ്ടിരിക്കുന്നതാണോ, തുടരേണ്ടതാണോ? തുടരാനുണ്ട്. അപ്പൊ നമ്മൾ IV ഫ്ലൂയിഡ്സ് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയുന്നത്, കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത് എങ്ങനെയാ? IV ഫ്ലൂയിഡ് ഹാസ് ബീൻ ഇനിഷ്യേറ്റഡ് ഫോർ 24 hours. 24 മണിക്കൂർ നേരത്തേക്ക് തുടങ്ങിയിട്ടുണ്ടെന്നാ. അപ്പൊ IV ഫ്ലൂയിഡ് ഹാസ് ബീൻ ഇനിഷ്യേറ്റഡ് ഫോർ 24 hours. അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? എനി ഡൗട്ട്? ഇല്ല സർ. ഇല്ല. ഓക്കെ, അടുത്ത ഞാൻ പോവാണ്. അടുത്ത പാരസെറ്റമോൾ ഇൻഡു സൂച്ചർ റിമൂവൽ എന്ന കേസ് നോട്ടി കൊടുത്തിരിക്കുന്നത്. എന്താണ് അതിനർത്ഥം? നമ്മളിത് ഡിസ്ചാർജ് ചെയ്യുവാണ്, 2 ആഴ്ച കഴിഞ്ഞാണ് സൂച്ചർ റിമൂവൽ കേസ് നോട്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പാരസെറ്റമോൾ കൊടുത്തു കഴിഞ്ഞതാണോ? അല്ല, കൊടുക്കാനുള്ളത്. എടുക്കാനുള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെയാ പറയേണ്ടത് പറയാവോ? പാരസെറ്റമോൾ Paracetamol has been recommended until you have to use the preposition until suture removal. അങ്ങനെയാണ് പറയേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാണ് ഫോളോ അപ്പ് വരെ പറഞ്ഞ പാരസെറ്റമോൾ has been recommended until follow up. അങ്ങനെയാണ് വൂണ്ട് ഹീൽസ് പറയുന്നത് എങ്ങനെയാ? Paracetamol has been prescribed recommended until wound heals. follow up. ഓക്കെ, അപ്പൊ കേസ് നോട്ട് പറഞ്ഞ നോ പെയിൻ ആണ്, പെയിൻ ഇല്ലാത്തോളം വരെ എന്നാ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? Till no pain. Until no pain. Until no pain. Until no pain. Complete sentence പറയാവോ? Can you please? Paracetamol has been recommended until no for no until there is pain. no pain or until no pain. You can write in the same way, no problem. Clear ആയോ നിങ്ങൾക്ക്? അപ്പൊ നമുക്ക് Clear ആയി, sir. ആയിട്ടുള്ള ഒരു മെഡിസിൻ 3 രീതിയിലാണ് നിങ്ങൾ എഴുതേണ്ടത്. അതിന് ഓരോന്നിനും കൃത്യമായ മീനിങ് ഉണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, മെഡിസിൻ എപ്പോഴും പാസീവ് വോയിസിൽ എഴുതണം എന്നാണ് OET പറയുന്നത്. എന്തുകൊണ്ടാണ് പാസീവ് വോയിസിൽ എഴുതേണ്ടത്? എന്തു കൊടുത്തു എന്നതിനാണ് പ്രാധാന്യം. എന്തു കൊടുത്തു അതിനാണ് പ്രാധാന്യം. എന്തു കൊടുത്തു എന്നതിന് പ്രാധാന്യം കാണിക്കാൻ നമ്മൾ കഴിഞ്ഞ മാനേജ്മെന്റ് അല്ലെ മെഡിസിൻ അത് വെച്ചാണ് സെന്റൻസ് തുടങ്ങുന്നത്. നമ്മുടെ സെന്റൻസിന്റെ സബ്ജക്ട് എന്ന് പറയുന്നത് മെഡിസിന്റെ പേരായിരിക്കണം. ഇവിടെ നമ്മൾ പാരാസെറ്റമോൾ ആണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. കംപ്ലീറ്റ് 3 രീതിയിലാണ് ചിന്തിക്കേണ്ടത്. ആദ്യത് വെദർ ഇറ്റ് ഇസ് എ കംപ്ലീറ്റഡ് മെഡിസിൻ, ഡേറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അടുത്തത് ഇസ് ഇറ്റ് ആൻ ഓൺ ഗോയിങ് മെഡിസിൻ. എങ്ങനെയാണ് ഓൺ ഗോയിങ് മെഡിസിൻ മനസ്സിലാകുന്നത്? ദാറ്റ് വുഡ് ബി ഓൺ ടുഡേയ്സ് ഡേറ്റ്, ഇന്നത്തെ ഡേറ്റിലായിരിക്കും തന്നിരിക്കുന്നത്. പാരാസെറ്റമോൾ TID, പാരാസെറ്റമോൾ BD എന്നതുണ്ടാവും. പാരസെറ്റമോൾ OD എന്നാൽ ഓൺ ഗോയിങ് ആണോ? വൺസ് ഇൻ എ ഡേ. What do you understand from that?
കംപ്ലീറ്റഡ് ആണെന്നാണ് അല്ലേ? കംപ്ലീറ്റ് Today's അതെ date അതെ നോക്കി അത് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഓൺഗോയിങ് മെഡിസിൻ ദാറ്റ് വിൽ ബി ഗിവൺ ഇൻ ടുഡേസ് ഡേറ്റ് അങ്ങനെയാണ് തരുന്നത്. അപ്പോൾ അതിനർത്ഥം ഇപ്പം അത് കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. എങ്ങനെയൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നത്? മോസ്റ്റ് കേസ് നമ്മൾ കാണുന്ന കേസ് കൂടി കാണുന്നതൊക്കെ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഈ 3 രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിട്ട് എന്താണോ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അതിനനുസരിച്ച് നിങ്ങൾ എഴുതണം. കംപ്ലീറ്റഡ് കോഴ്സ് പാസ്റ്റ് പാസീവ് വോയിസിലും, ഓൺഗോയിങ് കോഴ്സ് പ്രസന്റ് പാസീവ് വോയിസിലും, ഇൻകംപ്ലീറ്റഡ് കോഴ്സ് ഓഫ് മെഡിസിൻ പ്രസന്റ് പെർഫെക്റ്റ് പാസീവ് വോയിസിലുമാണ് നിങ്ങൾ എഴുതേണ്ടത്. അത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയി സർ. ഇനി എങ്ങനെയാണ് നിങ്ങൾ മിസ്റ്റേക്ക് sir. ചെയ്യുന്നത്? ഇപ്പൊ സർജറിക്ക് ശേഷം പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി നമ്മൾ അനാൽജസി ആയിട്ട് കൊടുത്തിരിക്കുന്നത് പാരാസിറ്റമോൾ ആണെന്ന് പറയുന്നത്. ഡിസ്ചാർജ് പ്ലാനിൽ പറയുന്നുണ്ട് കണ്ടിന്യൂ പാരാസിറ്റമോൾ അണ്ടിൽ നോ പെയിൻ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ബോഡി പാരഗ്രാഫിൽ നിങ്ങൾ മിക്കപ്പോഴും എഴുതുന്നത് ഇങ്ങനെയായിരിക്കും പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി പാരാസിറ്റമോൾ വാസ് റെക്കമെൻഡഡ് എന്നെഴുതി. അത് ഈ താഴെ റെക്കമെൻഡേഷനിൽ നമ്മൾ എഴുതുന്ന ജെറിയാട്രിക് കെയർ സെന്ററിലെ അല്ലെങ്കിൽ ടെമ്പററി കെയറിലെ റീഹാബിലിറ്റേഷൻ സെന്ററിലെ അല്ലെങ്കിൽ നേഴ്സ് കമ്മ്യൂണിറ്റി സെന്ററിൽ നേഴ്സിനോട് നമ്മൾ പറയുവാണ് ഇറ്റ് വുഡ് ബി അപ്രീഷിയേറ്റഡ് ഇഫ് യു കുഡ് മോണിറ്റർ പെയിൻ മെഡിക്കേഷൻ. അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടോ? എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എന്താ കൺഫ്യൂഷൻ? നമ്മൾ ബോഡി പാരാഗ്രാഫിൽ എന്താ എഴുതിയേക്കുന്നേ? പാരാസെറ്റമോൾ വാസ് റെക്കമെൻഡഡ്. അതിനർത്ഥം എന്താണ്? പാരാസെറ്റമോൾ കൊടുത്ത് കംപ്ലീറ്റ് ആയെന്നാണ്. ഈ കംപ്ലീറ്റ് ആയ മെഡിസിൻ താഴെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. യു ക്രിയേറ്റഡ് ആൻ ആംബിഗിറ്റി ഇൻ ദ ലെറ്റർ. നമ്മുടെ മാർക്ക് പോയി. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ റെക്കമെൻഡേഷൻ നിങ്ങൾ എപ്പോഴും മെഡിസിൻ ആയാലും മാനേജ്മെന്റ് ആയാലും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലം ഡിസ്ചാർജ് പ്ലാൻ ആണ്. ഡിസ്ചാർജ് പ്ലാനിലാണ് ഏതൊക്കെ മെഡിസിൻ ഏതൊക്കെ മാനേജ്മെന്റുകൾ കണ്ടിന്യൂ ചെയ്യണം എന്ന് കൃത്യമായിട്ട് ഡോക്ടർ മെൻഷൻ ചെയ്യുന്നത്. അതിനനുസരിച്ച് വേണം നമ്മൾ ബോഡി പാരഗ്രാഫിൽ സെന്റൻസുകൾ എഴുതാനായിട്ട്. കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരിക്കലും സിമ്പിൾ പാസ്റ്റിൽ എഴുതരുത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആയോ? യെസ്. അപ്പൊ നിങ്ങൾക്കൊരു വർക്ക്ഷീറ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് നമ്മൾ അതെല്ലാം ഡിസ്കസ് ചെയ്തു. നിങ്ങൾ ഈ വർക്ക്ഷീറ്റ് ഉണ്ട്. നിങ്ങളുടെ സെന്റൻസുകൾ സ്വന്തമായിട്ട് എഴുതാം. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നലത്തെ നമ്മൾ പഠിച്ച മാനേജ്മെന്റ് എങ്ങനെ എഴുതണം, ഇന്ന് നമ്മൾ പഠിച്ച മെഡിസിൻ എങ്ങനെ എഴുതണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? മനസ്സിലായി സർ. ക്ലിയർ ആണ്. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ഈ എക്സാമ്പിൾ ഒക്കെ എഴുതുക. നിങ്ങൾ സ്ക്രീനെ കാണാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ സ്വന്തമായിട്ട് ഇതൊക്കെ എഴുതുക. ഓക്കെ. ഇതിൽ വരുന്ന ലെറ്ററുകളും നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. നമുക്കിപ്പോൾ 8 മണിക്ക് സുപ്രീമാമിന്റെ ലൈവ് റീഡിംഗ് ലിസണിംഗ് ഡിസ്കഷൻ ഉണ്ട്. എല്ലാ ദിവസവും നമുക്ക് റീഡിംഗ് ലിസണിംഗ് ഡിസ്കഷൻ ഉണ്ട്. എല്ലാ ദിവസവും നമ്മൾ ഒരു ദിവസം ഒരു റീഡിംഗ് ഒരു ലിസണിംഗ് അങ്ങനെയാണ് ചെയ്യുന്നത്. അത് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് മോക്ക് എക്സാം രാവിലെ 9 മണിക്ക് എല്ലാ ദിവസവും ഉണ്ട്. മോക്ക് എക്സാമിൽ ആദ്യം ലിസണിംഗ്, പിന്നെ റീഡിംഗ്, പിന്നെ റൈറ്റിംഗ്. എക്സാം എങ്ങനെയാണോ അതുപോലെ തന്നെ ടൈം സെറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ഒന്നുമില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് മോക്ക് എക്സാം ആണ്. മോക്ക് എക്സാം ഓൾമോസ്റ്റ് 11:30 കൊണ്ട് തീരും. 11:30 കഴിഞ്ഞാൽ 11:30 to 11:45 ബ്രേക്ക് ആണ്. 11:45 നമ്മൾ മോക്ക് എക്സാമിന് ചെയ്ത റീഡിങ്ങിന്റെ ഓരോ ആൻസറും അതെന്താണ്, എവിടെയാണുള്ളത്, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ആൻസർ ആകുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഡീറ്റെയിൽഡ് ആയിട്ട്. അതുപോലെ ABC 3 പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അത് കഴിഞ്ഞപാടെ ലിസണിങ്ങിന്റെ ഓഡിയോ നിർത്തി നിങ്ങളെ കേൾപ്പിച്ച് വീണ്ടും ആൻസർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പം പറ്റുന്നവര് മാക്സിമം പറ്റുന്നവര് മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യുക. ഈ ദിവസങ്ങളിൽ റീഡിംഗ് ലിസണിങ്ങിനാണ് സ്കോർ ഏറ്റവും കൂടുതൽ പോകുന്നത്. അപ്പൊ നിങ്ങൾ ആ ക്ലാസ്സുകൾ ഏറ്റവും പ്രധാനപ്പെട്ട മോക്ക് എക്സാം ആണ്. അത് കഴിഞ്ഞ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഇനി ഡേ ടൈമിൽ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് രാത്രി 8 മണിക്കും സെയിം ക്ലാസ് ഉണ്ടാകും. സെയിം ക്ലാസ്. അപ്പൊ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. മാം വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് എൻഡ് ഓഫ് ടുഡേയ്സ് സെഷൻ. നാളെ നമുക്ക് വീണ്ടും ഒരു സെഷനുമായിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ പ്ലീസ് ടേക്ക് കെയർ ഓൾ ഓഫ് യു. ഗുഡ് ഡേ. താങ്ക് യു.